ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5 വലിയ സബോള ചെറുത് നീളത്തിലരിഞ്ഞത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിൽ കീറിയത്, അതുപോലെ തന്നെ ഒരു തണ്ട് വേപ്പില, 2 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത്. നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്ത് ഒന്ന് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂണിൻ്റെ അടുത്ത് തന്നെ ഉപ്പിടുന്നുണ്ട്. കുറച്ച് സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു നാരങ്ങയുടെ നീരുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇതെല്ലാം അവിടത്തേക്ക് മസാല നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്കിത് ഫ്രൈ പാനിൽ, ഞാൻ സൺഫ്ലവർ ഓയിലാണ് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പീസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇത് നമുക്ക് വറുത്തെടുക്കാം. ഒരു 80% നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ചിക്കനും ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ചിക്കൻ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ചിക്കൻ റോസ്റ്റിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു നോൺ സ്റ്റിക്ക് കടായി നമുക്ക് വയ്ക്കാം. ഇപ്പോൾ കടായി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ വറുക്കാൻ ഉപയോഗിച്ച എണ്ണ തന്നെയാണ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് 4 മസാലകൾ ചേർക്കുന്നുണ്ട്. 2 ചെറിയ കഷ്ണം പട്ട, 4 ഗ്രാമ്പു, ഏലക്കായ 4 എണ്ണം, 1 കഷ്ണം ബേ ലീഫ്. ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതിലേക്ക് ചേർക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില ഇത്രയും സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് സബോളയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ചിക്കൻ റോസ്റ്റിലേക്ക് നമ്മളെപ്പോഴും സബോള നന്നായിട്ട് ചേർക്കണം. അപ്പോഴാണ് ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നമ്മുടെ സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ മസാലയിലേക്കും ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകൾ ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. കാശ്മീരി ചില്ലി 1/2 ടീസ്പൂൺ. ഗരം മസാല ഇതിലേക്ക് കുറച്ച് കൂടുതൽ ചേർക്കണം. നമ്മളിപ്പോൾ ഗരം മസാല ഞാനൊരു 3 ടീസ്പൂണാണ് ചേർക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് മേക്കർ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാല നന്നായി മൂത്ത് വന്നാലാണ് നമുക്ക് ചിക്കൻ റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമുക്ക് എല്ലാ മസാലകളും ആഡ് ചെയ്യാനായിട്ട്. കരിഞ്ഞു പോവാതെ നോക്കും വേണം. ഇനി മസാല നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം 1 മിനിറ്റോളം ഞാൻ ഇത് നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി വേണം ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് തക്കാളി ഈ മസാലയും എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം. ഒരല്പം ചൂടുവെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. ഈ തക്കാളി മസാലകളെല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. തക്കാളി വേവാനായിട്ട് ആവശ്യമുള്ള ചൂടുവെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം. നമുക്കിതൊന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരണം. ഇടയ്ക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടാവും. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1-1.5 ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ പുളിയും ഉപ്പൊക്കെ നോക്കാം. സോയാ സോസിൽ കുറച്ച് ഉപ്പുള്ളതുകൊണ്ട് നമുക്ക് നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ അടിപൊളി മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ വന്ന് കുറേ ഇതിൽ നിന്ന് എടുത്തിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ തിന്നാനാണെങ്കിലും വളരെ ടേസ്റ്റാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ മസാലയും ചിക്കനിലേക്ക് നന്നായി പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നല്ല കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് കറിക്ക് നല്ലൊരു പ്രത്യേക മണവും സ്വാദുമൊക്കെ കൂട്ടും. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒരു ചെറിയ തീയിൽ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചെറിയ തിക്ക് ഗ്രേവിയോട് കൂടിയാണ് ഈ കറി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് ഗ്രേവി വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്കതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അതേ നമ്മുടെ നല്ല ടേസ്റ്റി അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യില്ലേ? താങ്ക്